സെക്ഷനാണ്, സെക്ഷൻ 9.6 ഇത് 5 കളർ തിയറം. അപ്പോൾ ഇതിൽ 2 തിയറാണ് വരുന്നത്. 5 കളർ തിയറം എന്നാണ് സെക്ഷൻ്റെ പേര്. പ്ലാനാർ ഗ്രാഫിലെ നമുക്ക് ഒരു തിയറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവറി പ്ലാനാർ ഗ്രാഫ് ഈസ് 5 വെർട്ടെക്സ് കളറബിൾ. ഈ ഒരു തിയറത്തിനെയാണ് നമ്മൾ 5 കളർ തിയറം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എല്ലാ പ്ലാനാർ ഗ്രാഫും 5 വെർട്ടെക്സ് കളറബിൾ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും നമുക്കതിനെ 5 വെർട്ടെക്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർലി കളർ ചെയ്യാൻ പറ്റും. എങ്ങനെ? വെർട്ടെക്സ് കളറബിൾ കിട്ടും. 5 കളേഴ്സ് കൊണ്ട് അതിൻ്റെ വെർട്ടെക്സുകളെ പ്രോപ്പർ കളറിങ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അത്രേ ഉള്ളൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പ്രൂഫ് അപ്പം നമ്മൾ കോൺട്രഡിക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് പ്രൂഫിൽ കേട്ടോ. കോൺട്രഡിക്ഷൻ എന്താ? ഇതിലിപ്പോൾ എല്ലാ പ്ലാനാർ ഗ്രാഫും 5 വെർട്ടെക്സ് കളറബിൾ ആണെന്നാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 6 ക്രിട്ടിക്കൽ പ്ലാനാർ ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു പ്ലാനാർ ഗ്രാഫ് ഉണ്ട്, there exists G എന്ന് പറയുന്നത് ഒരു 6 ക്രിട്ടിക്കൽ, അതായത് 5 കളേഴ്സ് കൊണ്ട് നമുക്ക് കളർ ചെയ്യാൻ പറ്റില്ല, 6 കളേഴ്സ് വേണം, പ്ലെയിൻ ഗ്രാഫ് ആണെന്ന് വിചാരിക്കാം. 6 ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കളേഴ്സ് വേണം, അതിന് ഒരു വെർട്ടെക്സ് കളഞ്ഞാൽ നമുക്ക് 5 കളേഴ്സ് കൊണ്ട് കളർ ചെയ്യാൻ പറ്റും. അതാണ് 6 ക്രിട്ടിക്കൽ. അതായത് തൊട്ട് 5 വെർട്ടെക്സ് കളറബിളിൻ്റെ തൊട്ട് ഇതുള്ളത്, അതിൽ ഒറ്റ വെർട്ടെക്സ് മാത്രമാണ് പ്രശ്നം. ആ ഒറ്റ വെർട്ടെക്സ്, ഏതെങ്കിലും ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് കളഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, 5 കളേഴ്സ് കൊണ്ട് കളർ ചെയ്യാൻ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ 6 ക്രിട്ടിക്കൽ പ്ലാൻ ഗ്രാഫ്. അപ്പോൾ ജി എന്ന് പറയുന്നത് ഒരു ജീന് നമുക്ക് ഒരിക്കലും 5 കളേഴ്സ് കൊണ്ട് കളർ ചെയ്യാൻ പറ്റില്ല, അതൊരു 6 ക്രിട്ടിക്കൽ പ്ലെയിൻ ഗ്രാഫ് ആണ്. ജിയിൽ നിന്നൊരു വെർട്ടെക്സ് കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 കളേഴ്സ് കൊണ്ട് കളർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ജി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം, ഇതൊരു 6 ക്രിട്ടിക്കൽ പ്ലെയിൻ ഗ്രാഫും ആയതുകൊണ്ട് ഈ ഗ്രാഫ് സിമ്പിൾ ആണ്. ക്രിട്ടിക്കൽ ഗ്രാഫ്സ് എല്ലാം എന്താണ്, സിമ്പിൾ ആണ്. സോ ജി എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ഗ്രാഫ് ആണ്. ദെൻ നമുക്ക് പറയാം ഡെൽറ്റ, നമ്മൾ മുന്നേ പഠിച്ചൊരു തിയറം പ്രകാരം ഡെൽറ്റ, അതായത് മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും. ഓക്കെ, മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ, ഇതൊരു 6 ക്രിട്ടിക്കൽ പ്ലെയിൻ ഗ്രാഫ് ആയും സിമ്പിൾ ആയതുകൊണ്ട് ഇതിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും. ആൻഡ് വേറൊരു തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, തിയറം 8.1 പ്രകാരം മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും. 6 കളേഴ്സ് വേണ്ടേ, അപ്പോൾ എത്ര കെ പ്രോപ്പർ കളറിങ് കാണിച്ചെങ്കിൽ ഈസ് ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഡെൽറ്റ, ഇവിടെ 6 കളേഴ്സ് ആണ് വേണ്ടത്. സോ ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1 അല്ല, കെ മൈനസ് 1 കേട്ടോ. ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1, ഇങ്ങനെ ഒരു തിയറാണ് നമ്മൾ തിയറം 8.1. അപ്പോൾ ഇവിടെ 6 ക്രിട്ടിക്കൽ ആയതുകൊണ്ട് 6 കളേഴ്സ് വേണം പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ. അപ്പോൾ 6 ആണ് കെ ആയിട്ട് കിടക്കണേ. അപ്പോൾ ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 മൈനസ് 1 5. അപ്പോൾ നോക്കിയേ, ഇവിടെ ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കിട്ടി, ഇവിടെ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ എന്ന് പറയുന്നത് 5 ആണെന്ന് പറയാം. അതായത് മിനിമം ഡിഗ്രി, ഏറ്റവും ഈ ഗ്രാഫിലെ ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് 5 ആണ്. സോ 5 ഡിഗ്രി ഉള്ള ഒരു വെർട്ടെക്സ് ഉണ്ടാവും നമുക്ക് എന്തായാലും. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ്, അതിൻ്റെ ഡിഗ്രി 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ ഡിഗ്രി 5 ആണ്. അപ്പോൾ ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു, ജി മൈനസ് വി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്താ പ്രത്യേകത, വി എന്ന് പറയുന്നത് എന്ന് കളഞ്ഞു, ജി മൈനസ് ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സ് ജിയിൽ നിന്ന് കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ 6 ക്രിട്ടിക്കൽ ആയെന്ന് പറഞ്ഞാൽ അതിനൊരു ഏതെങ്കിലും ഒരു വെർട്ടെക്സ് കളഞ്ഞാൽ അത് 5 കളറബിൾ ആണ്, 5 കളേഴ്സ് കൊണ്ട് കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജി മൈനസ് വി എന്തായി, 5 വെർട്ടെക്സ് കളറബിൾ ആയി. പ്രോപ്പർ 5 വെർട്ടെക്സ് കളറബിൾ ഉണ്ടെന്ന് പറയാം ജി മൈനസ് വിക്ക്. പ്രോപ്പർ 5 വെർട്ടെക്സ് കളറബിൾ ഉണ്ട്. അപ്പം ജി ചേർന്നാൽ അത് 5 വെർട്ടെക്സ് കളറബിൾ അല്ല, ജി മൈനസ് വി ആയാലാണ് അത് പ്രോപ്പർ ആയിട്ടുള്ള 5 വെർട്ടെക്സ് കളറബിൾ ആവുക. സോ നമുക്ക് എന്ത് പറയാം, ജി എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് 5 വെർട്ടെക്സ് കളറബിൾ അല്ല, ജി മൈനസ് വി 5 വെർട്ടെക്സ് കളറബിൾ ആണ്. എന്ന് വെച്ചാൽ ആ വി എന്ന് പറയുന്ന ആ വെർട്ടെക്സ് ഇല്ലേ,
വി എന്ന് പറയുന്ന ആ വെർട്ടെക്സിന് 5 ഡിഗ്രി. സോ 5 ഇത് വരുന്നുണ്ട്, 4 5 വെർട്ടെക്സ് ആണ് വിയിലേക്ക് വരുന്നത്. ഈ 5 വെർട്ടെക്സിലും 5 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അതിനെ V1 V2 V3 V4 V5 5 വെർട്ടെക്സിനും 5 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിയുടെ കളർ ഈ 5-ലെ ഏതെങ്കിലും ഒന്ന്, അതായത് ഈ 5-ലെ ഏതെങ്കിലും ഒന്നേ നമുക്ക് വിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് പ്രോപ്പർ ആവില്ല. അപ്പോൾ ആറാമത്തെ ഒരു കളർ എടുത്താൽ മാത്രമേ എന്താവുള്ളൂ, ഇത് പ്രോപ്പർ ആവുള്ളൂ. അതുകൊണ്ടാണ് 6 ക്രിട്ടിക്കൽ ആയത്. അപ്പോൾ വി കളഞ്ഞപ്പോൾ അത് 5 ക്രിട്ടിക്കൽ ആവാൻ കാരണം വി പോയില്ലേ. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആറാമത്തെ കൊടുക്കേണ്ട ആവശ്യം വരാത്ത കാരണം. അപ്പം അതിൻ്റെ അർത്ഥം വി എന്ന് പറയുന്ന ആ വെർട്ടെക്സിലെ ബാക്കി എല്ലാ 5 കളേഴ്സും ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. 5 കളേഴ്സ് ഉള്ള വെർട്ടെക്സുകൾ ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ വി എടുക്കുന്നത്. ഇനി ഞാൻ എന്ത് വിചാരിക്കുക, GIJ എന്ന് പറയുന്നത് G of VI യൂണിയൻ VJ. ഏതെങ്കിലും ഒരു VI, ഇതിലുള്ള ഏതെങ്കിലും ഒരു VIയും VJയും എടുക്കാം. നമുക്ക് 5 കളേഴ്സ് ഉണ്ടല്ലോ, അതിൽ V1 V2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു VI VJ എടുത്തിട്ട് അത് ഇൻഡ്യൂസ് ചെയ്യുന്ന സബ്ഗ്രാഫ് ആയിട്ട്, അതായത് ആ 2 കളേഴ്സ് മാത്രം വരുന്ന വെർട്ടെക്സുകൾ മാത്രം ഉള്ള സബ്ഗ്രാഫ് ആയിട്ട് GIJ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലെയിം എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ ആരുണ്ടാവും, ഇതിലത്തെ ഇതിലത്തെ VIയും VJയും ഉണ്ടാവില്ലേ. ഈ V എന്ന് പറയുന്ന വെർട്ടെക്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അതിലത്തെ VIയും VJയും ഉണ്ടാവും, സ്മോൾ VIയും VJയും. അപ്പോൾ ഞാൻ പറയുന്നത് VIയും VJയും സെയിം കമ്പോണന്റ് ഓഫ് GIJയിലായിരിക്കും. GIJയുടെ ഒറ്റ കമ്പോണന്റിൽ തന്നെ, അതായത് വേറെ കമ്പോണന്റിൽ അല്ല, കണക്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ആരുണ്ടായിരിക്കുക, VIയും VJയും ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ എൻ്റെ ക്ലെയിം. ഇപ്പം അത് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അതല്ല എന്ന് വിചാരിക്കുക, VI എന്ന് പറയുന്നത് ഒരു കമ്പോണന്റിലുണ്ട്, VJ വേറെ കമ്പോണന്റിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ VIനെ എന്തായിട്ട് J ആയിട്ട് കളർ ചെയ്യുന്നു. ഓക്കെ, ഈ VI ഇതിലുണ്ട്, VI എന്ന് പറയുന്നത് ഒരു കമ്പോണന്റിലുണ്ട് GIJയുടെ, VJ എടുക്കുന്നത് വേറെ കമ്പോണന്റിലാണ്. അപ്പം ഞാൻ ഈ VIനെ എന്തായിട്ട് മാറ്റി, J ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ VI മാറി J ആയപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഒരു 5 വെർട്ടെക്സ് കളർ, G-Vക്ക് ഒരു 5 വെർട്ടെക്സ് കളറിങ് കിട്ടും. പക്ഷേ വിയുടെ നൈബേഴ്സിനെ ഇതിൽ ഒരാളെ മാറ്റിയിട്ട് VIനെ മാറ്റിയിട്ട് VJ ആക്കിയിട്ടില്ലേ, അപ്പോൾ I ഉണ്ടാവില്ല. വിയുടെ നൈബേഴ്സിന് എന്തുണ്ടാവില്ല, I എന്ന് പറയുന്ന കളർ ഉണ്ടാവില്ല. നമ്മളത് മാറ്റിയിട്ട് J ആക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ പറ്റില്ല, നമുക്കറിയാം വിയുടെ. അപ്പോൾ എന്താ, ഇപ്പോൾ 2ഉം 4ഉം വിചാരിക്കാം, ഞാൻ V4 മാറ്റിയിട്ട് V2 ആക്കി, V2 എടുക്കുന്നത് വേറെ കമ്പോണന്റിലാണെന്ന് വിചാരിക്കാം. ഇനി ഒറിജിനൽ ഗ്രാഫിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായി, ഈ V എന്ന് പറയുന്നതിൽ V2 2 തവണ റിപ്പീറ്റ് ചെയ്യാന്ന് വരും. അപ്പം അത് പറ്റില്ല, അത് നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, V എന്ന് പറയുന്ന എൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് 5 കളേഴ്സും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറ്റില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും, അപ്പം എന്ത് പോസിബിൾ ആണ്, VIയും VJയും ഒരേ കമ്പോണന്റിൽ തന്നെയാണ്. ഓക്കെ, അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ V2ഉം V4 എടുത്തു കഴിഞ്ഞാൽ GIJയിൽ അവർ തമ്മിലൊരു പാത്ത് ഉണ്ട്. ഓക്കെ, ഇനി V3ഉം V5 എടുത്തു കഴിഞ്ഞാൽ GIJയിൽ അവർ തമ്മിലൊരു പാത്ത് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, V3ഉം V5ഉം കൺസിഡർ ചെയ്തു. അപ്പോൾ GIJയിലെ V3ഉം V5ൻ്റെയും ഇടയിൽ ഒരു പാത്ത് ഉണ്ട്, അത് P35 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പാത്തിൻ്റെ പ്രത്യേകത, ഇത് എവിടെയുള്ളതാ, GIJയിലുള്ളതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ VIയും VJയും ഇൻഡ്യൂസ് ചെയ്യുന്ന വെർട്ടെക്സിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫിലും ഉള്ളതാണ് P35. അപ്പം V3ഉം V5ഉം ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫിലാണ് P35 ഉള്ളത്. അപ്പോൾ ഈ P35ലുള്ള എല്ലാ വെർട്ടീസസിനും ഒന്നെങ്കിൽ കളർ 3 വരണം അല്ലെങ്കിൽ 5 വരണം. കാരണം 3ഉം 5ഉം ഉള്ള വെർട്ടീസസ് മാത്രം ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫിലെ പാത്താണ് ആര്, P35. സോ ഈ P35ൽ ഒന്നെങ്കിൽ എല്ലാ വെർട്ടീസസിനും 3ഓ അല്ലെങ്കിൽ 5ഓ കളർ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ V35 എന്ന് പറയുന്ന ഇത് വരച്ചു. ഇനി ഇത് എനിക്ക് ആർക്കും കൊടുക്കാം, V4നും V2നും കൊടുത്തൂടെ. V4ഉം V2ഉം വേറെ വേറെ 2 കളേഴ്സ് ആണ്. സോ അവർ തമ്മിൽ ആരുണ്ട്, ഒരു പാത്ത് ഉണ്ടെന്ന് കിട്ടും. പക്ഷെ ആ പാത്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഈ G പ്ലാനർ ആണെന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പാത്ത് കൊടുക്കണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെ ക്രോസ് ചെയ്താൽ പ്ലാനർ ആവില്ല. അപ്പോൾ ആ പാത്ത് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ V3യിലൂടെ പാസ് ചെയ്യണം അല്ലെങ്കിൽ V4യിലൂടെ പാസ് ചെയ്തിട്ട് വേണം.
പക്ഷെ V3-ലൂടെയോ V4-ലൂടെയോ ആ പാത്തിന് കടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആ പാത്തിലെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ V2 V4-നുള്ളിലെ പാത്താണെങ്കിൽ അതിൽ 2ഓ 4ഓ മാത്രമേ വെർട്ടിസസിന്റെ കളർ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ V3-ലൂടെ ഈ വെർട്ടിസിലൂടെ കടന്ന 3 എന്ന് പറയുന്ന കളർ വരും, അത് തെറ്റാണ്. ഇനി ഞാൻ പുറത്തേക്ക് ഈ V5-ലൂടെ കടന്ന 5 എന്ന് പറയുന്ന കളർ വരും, അതും തെറ്റാണ്. ഇനി V4-നെ ഇങ്ങനെ കടന്നാലും V4 to V2 ഇങ്ങനെ കടക്കാനും പറ്റില്ല. അപ്പോൾ ഇത് പ്ലാനാരിറ്റിക്ക് കോൺട്രഡിക്ഷൻ വരും, കാരണം ഇവിടെ എഡ്ജസ് ഇന്റർസെക്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ഒരു പാത്ത് V2 V4 എന്ന് പറയുന്ന ഒരു പാത്ത് നമുക്ക് ഏത് രീതിയിലും വരയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ എന്തായി? അത് കോൺട്രഡിക്ഷൻ ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പാത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വരും, നമുക്ക് വരയ്ക്കാൻ പറ്റില്ല എന്ന് വരും. അല്ലെങ്കിൽ വരയ്ക്കണമെങ്കിൽ പ്ലാനാരിറ്റീനെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇത് കൂടെ പോകണം, അതുകൂടിയും പോകാൻ പറ്റില്ല, വെർട്ടിസസിലൂടെയും പോകാൻ പറ്റില്ല, കളർ വേറെ കൊടുക്കണം. സോ നമുക്ക് എന്താ പറയുക, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു. സോ നമ്മൾ അതിന്റെ അർത്ഥം കോൺട്രഡിക്ഷനിലേക്ക് എത്തി. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ, 6 ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഗ്രാഫ് ഉണ്ട്, അതായത് 6 കളേഴ്സ് വെച്ചിട്ട് പ്രോപ്പർ കളറിങ് സാധ്യമായിട്ടുള്ള, അതായത് 6 കളേഴ്സ് എങ്കിലും വേണം എന്നുള്ള രീതിയിലൊരു പ്ലെയിൻ ഗ്രാഫ് ഉണ്ടെന്നുള്ളത് തെറ്റാണ്. അപ്പൊ എന്ത് മതി, എല്ലാ പ്ലെയിൻ ഗ്രാഫിനും 5 കളർ മതി നമുക്ക് കളറബിൾ വെർട്ടെക്സ്, പ്രോപ്പർ ആയിട്ടുള്ള വെർട്ടെക്സ് കളറിങ്ങിന്. അതായത് എല്ലാ പ്ലെയിൻ ഗ്രാഫും 5 വെർട്ടെക്സ് കളറബിൾ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 5 കളർ തിയറം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് 5 കളർ തിയറം. ഇനി ഇതിലൊരു തിയറം കൂടി ഉണ്ട് ഈ ഒരു സെക്ഷനിൽ, അത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ തിയറം, ഈ സെക്ഷനിലെ രണ്ടാമത്തെ തിയറം ഇതാണ് കേട്ടോ, 9.12 ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വലന്റ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എവറി planar graph is 4 vertex colorable, every plane graph is 4 face colorable. അപ്പോൾ അതിന് മുമ്പ് ഫേസ് കളറബിൾ എന്താണെന്ന് നമുക്ക് അറിയാലോ, നമുക്ക് അതായത് നോർമൽ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫേസ് കളറബിൾ എന്ന് വെച്ചാൽ എന്താ, ആ ഗ്രാഫിന്റെ ഫേസസിന് നമ്മൾ എന്ത് കൊടുക്കുക, പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ അതിന് ഫേസസിനായിരിക്കും, ഫേസസിന് കളർ കൊടുക്കുക. ആ കളർ പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റന്റ് ആയ ഫേസസിന് ഒരേ കളർ വരാത്ത രീതിയിൽ കൊടുക്കുമ്പോഴാണ് അതിന് പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കളറിങ് വരിക. അപ്പോൾ 4 ഫേസ് കളറബിൾ എന്ന് പറഞ്ഞാൽ 4 കളേഴ്സ് കൊണ്ട് നമുക്ക് അതിന്റെ ഫേസസിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് കളർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ 4 ഫേസ് കളറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മിനിമം എന്താ പറയുക, ക്രോമാറ്റിക് നമ്പർ നമ്മൾ കൈ സ്റ്റാർ എന്നാണ് പറയുന്നത് കേട്ടോ. വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പർ കൈ, എഡ്ജ് ക്രോമാറ്റിക് നമ്പർ കൈ ഡാഷ്, ഫേസ് ക്രോമാറ്റിക് നമ്പർ കൈ സ്റ്റാർ. അതായത് മിനിമം നമ്പർ ഓഫ് കെ ഫോർ വിച്ച് ഗ്രാഫ് ഈസ് കെ ഫേസ് കളറബിൾ. ഏറ്റവും ചെറിയ നമ്പർ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് എങ്ങനെ കളർ ചെയ്യാം എന്നുള്ള ആ മിനിമം നമ്പർ ആണ് കൈ സ്റ്റാർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രാഫ് ജി ഉണ്ട്, ജിയുടെ ഡ്യുവലും ഉണ്ട്. ജിയിലത്തെ വെർട്ടീസസ് ആണ് ജി ഡാഷിലെ, ജി സ്റ്റാറിലെ എന്താവുക, ഫേസസ് ആവും മാറുക. നമ്മൾ ഡ്യുവൽ വരയ്ക്കാൻ പഠിച്ചില്ലേ. അപ്പോൾ ജിയുടെ അതുപോലെ ജിയിലത്തെ ഫേസസ് ആണ് അപ്പുറത്ത് വെർട്ടീസസ് ആയിട്ട് മാറുക. അപ്പോൾ ജിയുടെ എന്ത് ഫേസ് ക്രോമാറ്റിക് നമ്പറും ജി സ്റ്റാറിന്റെ വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പർ ഈക്വൽ ആണ്. അതുപോലെ ജിയുടെ വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പർ ജി സ്റ്റാറിന്റെ ഫേസ് ക്രോമാറ്റിക് നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 implies 2 സുഖമായിട്ട് നമുക്ക് പറഞ്ഞൂടെ, എവറി പ്ലാനാർ ഗ്രാഫ് 4 വെർട്ടെക്സ് കളറബിൾ ആണെന്നാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് എവറി പ്ലെയിൻ ഗ്രാഫ് ഈസ് 4 ഫേസ് കളറബിൾ. അപ്പോൾ ഇത് ഒരു പ്ലാനാർ ഗ്രാഫ് എടുത്തത് 4 വെർട്ടെക്സ് കളറബിൾ ആണ്. അടുത്തത് നമ്മളൊരു പ്ലെയിൻ ഗ്രാഫ് എടുത്തു, അത് 4 ഫേസ് കളറബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഫേസ് ആണ് ഇവിടുത്തെ വെർട്ടെക്സ്, ഇവിടുത്തെ വെർട്ടെക്സ് ആണ് ഇവിടുത്തെ ഫേസ്. അപ്പോൾ ഇതിന്റെ കൈ എന്താണോ, അതായത് പ്രോപ്പർ കളറിങ് ചെയ്യുന്ന നമ്പർ എന്താണോ, അതാണ് ഇപ്പുറത്ത് ഫേസിന് പ്രോപ്പർ കളറിങ് ചെയ്യുന്ന നമ്പർ ആയിട്ട് കിട്ടുന്നത്. സോ ഒരു പ്ലാനാർ ഗ്രാഫ് 4 വെർട്ടെക്സ് കളർ ആണെങ്കിൽ അത് 4 ഫേസ് കളറബിളും ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ 1 implies 2 നമുക്ക് സുഖമായിട്ട് കിട്ടി. ഇനി 2 implies 3. 2 implies 3-ലെ സപ്പോസ് ദാറ്റ് 2 ഹോൾഡ് ചെയ്യുന്നു, എല്ലാ പ്ലാനാർ ഗ്രാഫും 4 ഫേസ് കളറബിൾ ആണെന്ന്. നമുക്ക് ഏത് 2 എഡ്ജ് കണക്റ്റഡ് 3 ലെഗുലർ പ്ലാനാർ ഗ്രാഫ് എടുത്താലും അത് 3 എഡ്ജ് കളറബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജി എന്ന് പറയുന്നത് ഒരു 2 എഡ്ജ് കണക്റ്റഡ് 3 റെഗുലർ പ്ലാനാർ ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക, അതാണ് ജി. അപ്പോൾ ജി എന്ന് പറയുന്നത്
എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് 3 എഡ്ജ് കളറബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ജി ഒരു പ്ലാനർ ഗ്രാഫ് ആയതുകൊണ്ട് നമ്മുടെ സപ്പോസിഷൻ 2 ആണ് നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ജി എന്തും കൂടിയാണ്? ഒരു 4 ഫേസ് കളറബിൾ ഗ്രാഫും കൂടിയാണ്. 4 ഫേസ് കളറബിൾ ആണ്. 4 കളേഴ്സ് കൊണ്ട് നമുക്ക് അതിന്റെ ഫേസസിനെ പ്രോപ്പർ ആയിട്ട് കളർ ചെയ്യാൻ പറ്റും. സോ 4 ഫേസ് കളറബിൾ ആണ്. സോ ആ 4 കളേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് C0 കളേഴ്സ് ആയിട്ട് നമ്മൾ ഒരു ഓർഡേഡ് പെയറിനെ കൊടുത്തിരിക്കുന്നത്. കളേഴ്സ് ആയിട്ട് നമ്പേഴ്സ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സിനെ കൊടുക്കാം കേട്ടോ. റെപ്രസെന്റ് ചെയ്യാം. C1 10, C2 01, C3 11. ഇങ്ങനെയാണ് നമ്മൾ കളേഴ്സിനെ 4 കളേഴ്സ് ഫേസ് കളേഴ്സ് 4 ഫേസ് കളറബിൾ ആണല്ലോ. അപ്പോൾ 4 കളേഴ്സിനെ 4 ഫേസസ് അല്ല 4 കളേഴ്സ് വെച്ച് ഫേസസ് കളർ ചെയ്യാൻ പറ്റും. ആ 4 കളേഴ്സിനെ ഞാൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെർട്ടെക്സ് വി എടുക്കുന്നു. ഇത് 3 റെഗുലർ ആയതുകൊണ്ട് ഈ വെർട്ടെക്സിലേക്ക് 3 എഡ്ജാണ് 3 എഡ്ജാണ് വന്ന് ഇതാവുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 3 ഫേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ CI ആണ് ഫേസ്, ഇവിടെ CJ, ഇവിടെ CK, ഇത് 3ആണ് ഫേസസ് എങ്കിൽ ഞാൻ ഈ എഡ്ജിനെ, അതായത് ഇവിടെ ഈ 2 ഫേസ് ഏതാണോ ഈ എഡ്ജിന് ഞാൻ ഇതിൻ്റെ സമ്മ് കൊടുക്കുന്നു. CI പ്ലസ് CJ, ഈ എഡ്ജിന് ഞാൻ ഈ കളർ കൊടുക്കുന്നു. ഇനി ഈ എഡ്ജിന് ഞാൻ CI പ്ലസ് CK ഈ കളർ കൊടുക്കുന്നു. ഈ എഡ്ജിന് ഞാൻ CJ പ്ലസ് CK ഈ കളറും കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ എഡ്ജ് ഏത് 2 ഫേസസിലാണോ കിടക്കുന്നത് ആ 2 ഫേസസിന്റെ സമ്മ് ഞാൻ, അതായത് ഇപ്പോൾ C1 പ്ലസ് C2 ആകുമ്പോൾ 10 പ്ലസ് 01, അപ്പോൾ 11 വരും. ഇനി CI പ്ലസ് CJ എന്നാകുമ്പോൾ അങ്ങനെ ഏതാണോ എടുക്കുന്ന കളർ ആ കളറിന്റെ രണ്ടും സമ്മായിട്ട് ഞാൻ എഡ്ജസിന് കൊടുക്കുന്നു. സോ നമുക്ക് ഉറപ്പായിട്ടും പറയാം C0 എന്ന് പറയുന്ന കളർ ഒരിക്കലും ഒരു എഡ്ജിലും വരില്ല. C0 എന്ന് പറഞ്ഞാൽ 00 വേറെ ഏത് 2 എഡ്ജസ് അല്ല കളേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നില്ല? 00 കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് 10 കിട്ടാം, 01 കിട്ടാം. പിന്നെ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ അഡീഷൻ മോഡിലോ 2 ആണ് കിടക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടുള്ളൂ, അല്ലാണ്ട് 2 കിട്ടില്ല. അഡീഷൻ മോഡിലോ 2ലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, വെറുതെ അല്ല, നോർമൽ അഡീഷൻ അല്ല, അഡീഷൻ മോഡിലോ 2ല്. അപ്പോൾ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും, 0യും 1ഉം ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 0യും 0യും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇങ്ങനെ കിട്ടാം. സോ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് സംഭവിക്കില്ല? ഈ 3 എഡ്ജിനും C0 എന്ന് പറയുന്ന കളർ, 00 എന്ന് പറയുന്ന ഒരു കളർ ഏതെങ്കിലും 2 കളേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ C0 എന്ന് പറയുന്ന കളർ ഈ 3 എഡ്ജിനും കിട്ടില്ല. ഈ 3 എഡ്ജിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? C0 എന്ന് പറയുന്ന കളർ ഇല്ലാണ്ട് തന്നെ എല്ലാത്തിനും പോസിബിൾ അല്ലേ? അതായത് ഇതിപ്പോൾ നമ്മൾ V എന്ന് പറയുന്ന വെറുതെ ഒരു വെർട്ടെക്സ് എടുത്തതാ. അപ്പോൾ ആ വെർട്ടെക്സ് എല്ലാ വെർട്ടെക്സും ഇവിടെ 3 റെഗുലർ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഗ്രാഫിൽ ഏത് വെർട്ടെക്സ് എടുത്താലും ഇതിന് 3 എഡ്ജസ് ഉണ്ടായിരിക്കാം. അങ്ങനെ എല്ലാ വെർട്ടെക്സിനും എല്ലാ വെർട്ടെക്സിലെയും ഈ 3 എഡ്ജുകൾക്കും ഇത് പോസിബിൾ ആണ്. സോ ഒരു അഡ്ജസൻറ്റ് എന്ത് വരുന്നില്ല? അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് പോലും ഒരേ കളർ വരുന്നില്ല എന്ന് മാത്രമല്ല C0 എന്ന് പറയുന്ന കളർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല എഡ്ജസിനെ വെച്ച് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതേ കണ്ടീഷൻ നമുക്ക് എല്ലാ വെർട്ടീസസിനും കൊടുക്കാം, വിക്ക് കൊടുത്ത പോലെ. അപ്പോൾ അവിടെ പതിക്കുന്ന ഓരോ എഡ്ജിനും വേറെ വേറെ കളറും ആയിരിക്കും, പക്ഷേ C0 എന്ന് പറയുന്ന കളർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 കളേഴ്സ് കൊണ്ട് C1, C2, C3 ഈ 3 കളേഴ്സ് കൊണ്ട് നമുക്ക് എഡ്ജസിനെ പ്രോപ്പർ ആയിട്ട് കളർ ചെയ്യാൻ പറ്റും. Therefore ഇതെന്ന് പറയുന്ന ഒരു പ്രോപ്പർ 3 എഡ്ജ് കളറിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം G എന്ന് പറയുന്നത് 3 എഡ്ജ് കളറബിൾ ആണ് എന്നാണ് കേട്ടോ. സോ അത്രയാണ് നമ്മുടെ തിയറത്തിൽ വരുന്നത്.